നമസ്കാരം, ഞാൻ റജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ബഹിരാകാശ സുരക്ഷാ സമ്മേളനത്തിൽ ബഹ്റൈൻ പങ്കെടുത്തു. ബഹ്റൈൻ സ്പേസ് ഏജൻസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എക്സലൻസി ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ അസ്രി 2025 സെപ്റ്റംബർ 9 മുതൽ 10 വരെ ജനീവയിലെ പാലസ് ഡെസ്റ്റിനേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് സംഘടിപ്പിച്ച 2025 ഇന്റർനാഷണൽ സ്പേസ് സെക്യൂരിറ്റി കോൺഫറൻസിൽ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ ക്ഷണപ്രകാരമാണ് ബഹ്റൈൻ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ബ്രിഡ്ജിംഗ് വിഷനും ഉത്തരവാദിത്തവും സുരക്ഷിത ബഹിരാകാശ ഭാവിയിലേക്കുള്ള വെല്ലുവിളികളും അവസരങ്ങളും എന്ന തലക്കെട്ടോടെ നടന്ന സമ്മേളനം അന്താരാഷ്ട്ര നേതാക്കളെയും ബഹിരാകാശ ഏജൻസികൾ, വ്യവസായം, അക്കാഡമിക് സ്ഥാപനങ്ങൾ, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ, ഉപഗ്രഹ വിരുദ്ധ ശേഷികൾ, സൈബർ ഭീഷണികൾ എന്നിവയുൾപ്പെടെ ബഹിരാകാശത്ത് വളർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ, അതുപോലെ തന്നെ സിവിലിയൻ, സൈനിക, ബഹിരാകാശ ഉപയോഗങ്ങൾ തമ്മിലുള്ള ഓവർലാപ്പ് എന്നിവയും സമ്മേളനം ചർച്ച ചെയ്തു. ഗുഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് സേവനങ്ങൾ മൈഗവ് ആപ്പിൽ പുതിയ നീക്കവുമായി ബഹ്റൈൻ. ബഹ്റൈനിൽ ഗുഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് സേവനങ്ങൾ മൈഗവ് ആപ്പിൽ ലഭ്യമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 80-ലധികം ഫീച്ചറുകളും സർക്കാർ സേവനങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് ജനറൽ ഡയറക്ടറേറ്റും ഇൻഫർമേഷൻ ആൻഡ് ഇ-ഗവ് അതോറിറ്റിയും സഹകരിച്ചാണ് പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ ആപ്പിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ഡിജിറ്റൽ സേവനങ്ങളിൽ പൗരന്മാർക്കും താമസക്കാർക്കുമുള്ള ഗുഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻസ്, രാജ്യത്തിന് പുറത്തുള്ള ബഹ്റൈൻ ഇതര പൗരന്മാർക്കുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷകളുടെ നിലവിലെ അവസ്ഥ അറിയാനുള്ള സൗകര്യം, സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, സേവനങ്ങളെക്കുറിച്ചുള്ള പൊതുവിവരങ്ങൾ എന്നിവയെല്ലാം ആപ്പിൽ ഉൾപ്പെടും. വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ ഗുഡ് കോണ്ടക്ട് സേവനങ്ങൾ ആവശ്യമുള്ളവർ മൈഗവ് ആപ്പിലെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും അപേക്ഷകൾ ലളിതവും സൗഹൃദവുമായ രീതിയിൽ ഓൺലൈനായി സമർപ്പിക്കാനും അധികൃതർ വ്യക്തമാക്കി. ഏഷ്യൻ പാർലമെന്ററി അസംബ്ലി ബഹ്റൈനിൽ 15 രാജ്യങ്ങളിൽ 70 പേർ പങ്കെടുക്കും. ഏഷ്യൻ പാർലമെന്ററി അസംബ്ലിയുടെ സാമ്പത്തിക സമിതി യോഗം ആതിഥേയത്വം വഹിക്കാൻ ബഹ്റൈൻ 15 രാജ്യങ്ങളിൽ നിന്നുള്ള 70 പേർ യോഗത്തിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 14 മുതൽ 16 വരെയാണ് യോഗം ചേരുക. പ്രതിനിധി സഭയുടെ സാമ്പത്തിക കാര്യ സമിതിയുടെ ചെയർമാനും ഏഷ്യൻ പാർലമെന്ററി അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റുമായ അഹമ്മദ് സബ അൽ സലോമിന്റെ അധ്യക്ഷതയിൽ നടക്കും. ഏഷ്യൻ ഊർജ്ജ വിപണി സ്ഥാപിക്കൽ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, സാമ്പത്തിക വളർച്ചയ്ക്കായി നടത്തുന്ന ശ്രമങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കൽ, ഏഷ്യൻ രാജ്യങ്ങളിലെ ജലം, ശുചിത്വം, കാലാവസ്ഥ, ധനകാര്യ സംരംഭം തുടങ്ങി കരട് പ്രമേയങ്ങൾ ചർച്ച ചെയ്യും. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. UAE-യുടെ സുസ്ഥിര നീക്കങ്ങൾക്ക് പിന്തുണയുമായി ലുലു സൗരോർജ്ജ പദ്ധതി. ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി സൗരോർജ്ജ പദ്ധതിയുമായി ലുലു റീറ്റെയിൽ പോസിറ്റീവ് സീറോ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ലുലു കേന്ദ്രങ്ങളിലെ സോളാർ റൂഫ് ടോപ്പ് സംവിധാനങ്ങൾ ദുബായ് അൽവർക്ക, ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, റഷീദിയ ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു സെൻട്രൽ ലോജിസ്റ്റിക്സ്, ദുബായ് റീജിയണൽ ഓഫീസ് എന്നിവിടങ്ങളിലാണ് സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിച്ചത്. ഇതിലൂടെ 37 മില്യൺ കിലോവാട്ട്സിലധികം ക്ലീൻ എനർജി ഉൽപ്പാദിപ്പിക്കാനാകും. 25,000 ടണ്ണോളം കാർബൺ എമിഷൻ കുറയ്ക്കാൻ പദ്ധതി വഴിവെക്കും. 4 ലക്ഷത്തിലധികം പുതിയ ചെടികൾ നടുന്നതിന് തുല്യമാണ്.
ലക്ഷ്യമായത്. 6000 ഗ്യാസോലിൻ വാഹനങ്ങൾ നിരത്തുകളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും 9000 ടൺ മാലിന്യ നിർമ്മാർജ്ജനത്തിനും സമാനമാണ് ഈ നേട്ടം. 58,000 ബാരൽ എണ്ണ സംരക്ഷണത്തിന് പദ്ധതി സഹായകരമാകും. പോസിറ്റീവ് സീറോ ഗ്രൂപ്പുമായി സഹകരിച്ചുള്ള പദ്ധതിയുടെ ധാരണാപത്രം ദുബൈയിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം, പോസിറ്റീവ് സീറോ ചെയർമാൻ അബ്ദുൽ ഗഫാർ ഹുസൈൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു ബിസിനസ് ഡെവലപ്മെന്റ് റീജിയണൽ ഡയറക്ടർ ഹുസൈഫ മൂസ റൂപ്പവാല, പോസിറ്റീവ് സീറോ സിഇഒ ഡേവിഡ് ഔറയു എന്നിവർ ചേർന്ന് ഒപ്പുവെച്ചു. നിയാർക്ക് ബഹ്റൈൻ ഓണസംഗമം. നെസ്റ്റ് ഇന്റർനാഷണൽ അക്കാദമി റിസർച്ച് സെന്റർ ബഹ്റൈൻ ചാപ്റ്റർ ഖമീസിലെ ഫാറൂഖ് ഗാർഡനിൽ ഓണസംഗമം സംഘടിപ്പിച്ചു. ഓണസദ്യയും കലാപരിപാടികളുമായി ന്യൂയോർക്കിന്റെ സജീവ പ്രവർത്തകരും സഹകരിച്ചുള്ള പ്രവർത്തകരും കുടുംബാംഗങ്ങളും നടത്തിയ കൂടിച്ചേരൽ വേറിട്ട അനുഭവമായി. ന്യൂയോർക്ക് ബഹ്റൈൻ ചാപ്റ്റർ ചെയർമാൻ ഫാറൂഖ് കെയുടെ അധ്യക്ഷതയിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിന് ജനറൽ സെക്രട്ടറി ജബ്ബാർ കുട്ടീസ് സ്വാഗതവും ട്രഷറർ അനസ് ഹബീബ് നന്ദിയും രേഖപ്പെടുത്തി. രക്ഷാധികാരികളായ കെറ്റി സലീം, അസീൽ അബ്ദുൽ റഹ്മാൻ, നൌഷാദ് ടി പി, ജനറൽ കൺവീനർ ഹനീഫ് കടലൂർ, വൈസ് ചെയർമാൻ സുജിത് പിള്ള, വനിതാ വിഭാഗം പ്രസിഡന്റ് ജമീല അബ്ദുൾ റഹ്മാൻ, കോർഡിനേറ്റേഴ്സ് ജിൽഷദ് സമീർ, ആബിദ ഹനീഫ് എന്നിവർ ന്യൂയോർക്കിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് സംസാരിച്ചു. സാമൂഹിക പ്രവർത്തകരായ ഓക്കിസ് കാസിം, JPK തെക്കോടി, ഇർഷാദ് തലശ്ശേരി എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂയോർക്ക് ബഹ്റൈൻ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും വനിതാ വിഭാഗത്തിന്റെയും അംഗങ്ങൾ നേതൃത്വം നൽകി. കനോലി നിലമ്പൂർ കൂട്ടായ്മയ്ക്ക് ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ബഹ്റൈന്റെ ആദരവ്. പ്രമുഖ എക്സ്ചേഞ്ച് കമ്പനിയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ റീജിയണൽ ഫിൻടെക് പാർട്ണറുമായ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ബഹ്റൈൻ കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മയ്ക്ക് ആദരവ് നൽകി. ലുലു എക്സ്ചേഞ്ച് ഓപ്പറേഷൻ മാനേജർ ടോൺസി, റിലേഷൻഷിപ്പ് മാനേജർ ബൈജു, സ്റ്റാഫുകളായ ലാലു, അൻസാജ്, നിതിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജനറൽ മാനേജർ എഡിസണിൽ നിന്ന് കനോലി പ്രസിഡന്റ് അൻവർ നിലമ്പൂർ, സ്പോർട്സ് വിംഗ് കൺവീനർ ആഷിഫ് വടപ്പുറം, കോർഡിനേറ്റേഴ്സ് മനു തറയ്യത്ത് എന്നിവർ ചേർന്ന് ആദരവ് ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് ട്രഷറർ ലാലു ചെറുവോട്, ചാരിറ്റി കൺവീനർ റസാഖ് കരുളായി, നിലമ്പൂർ FC ടീം അംഗങ്ങളായ ഷഫീഖ്, ആഷിഖ്, സലാം, റിഷാദ്, റിയാസ് എന്നിവർ സന്നിധരായി. റാംലി മോളിൽ ചേർന്ന ചടങ്ങിൽ കനോലി കൂട്ടായ്മയുടെ ഫുട്ബോൾ ടീമായ നിലമ്പൂർ FC പ്ലേയേഴ്സിനുള്ള ആദരവും ഗിഫ്റ്റ് ബാഗും ലുലു എക്സ്ചേഞ്ച് നൽകി. ആഷിഫ് വടപ്പുറം നന്ദി രേഖപ്പെടുത്തി. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു പ്രവാസിയുടെ ഓണം N&N പ്രൊഡക്ഷന്റെ ബാനറിൽ ബോബി പുളിമൂട്ടിൽ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ട് ചെയ്ത ഒരു പ്രവാസിയുടെ ഓണം എന്ന ഷോർട്ട് ഫിലിം അരികെ അച്ചൈൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ബോബി, ബിനു, സോണി എന്നിവർ ചേർന്നാണ് ഈ പ്രമേയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു പ്രവാസിയുടെ പ്രയാസങ്ങളാണ് ഇതിൽ പ്രതിപാദിപ്പിച്ചിരിക്കുന്ന കഥ. ക്യാമറ ബിനു വർഗീസ്, എബി ജോൺ എഡിറ്റിംഗ്, സൗണ്ട് മിക്സ് ബോബി പുളിമൂട്ടിൽ, പോസ്റ്റർ ഡിസൈൻ വിഷ്ണു P. സോമൻ എന്നിവർ ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. ബോബി പുളിമൂട്ടിൽ, ലിജിൻ സജീവൻ, സോണി അബ്രഹാം, ബിനു വർഗീസ്, ജിനീഷ് കുക്കു, അബ്രഹാം കുരുവിള, ജൂലി മാത്യു എന്നിവരുൾപ്പെടെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ഷോർട്ട് ഫിലിം കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് ഈ കൊച്ചു മൂവിയുടെ ടീം ആവശ്യപ്പെടുന്നു. PP തങ്കച്ചന്റെ വേർപാടിൽ ലീഡേഴ്സ് സ്റ്റഡി ഫോറം അനുശോചിച്ചു. മുൻ KPCC പ്രസിഡന്റും ദീർഘകാലം മന്ത്രിയും മുൻ സ്പീക്കറും UDF കൺവീനറുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ നിര്യാണത്തിൽ ലീഡേഴ്സ് സ്റ്റഡി ഫോറം അനുശോചിക്കുന്നതായി GCC കൺവീനർ ബഷീർ അമ്പലായി അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു. ലീഡേഴ്സ് സ്റ്റഡി സെന്റർ GCC ചാപ്റ്ററിന്റെ വിവിധ ഗൾഫ് യൂണിറ്റും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രസ്താവനയിൽ രേഖപ്പെടുത്തി. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക്. എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്കായി സൗജന്യ പരിശോധനകൾ.
എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്കായി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിളർച്ച, പ്രമേഹം, രക്താതിസമ്മർദ്ദം, ക്യാൻസർ സ്ക്രീനിംഗ് തുടങ്ങിയവയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനും ഈ ക്ലിനിക്കുകളിലൂടെ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 16 നടക്കും. പരമാവധി സ്ത്രീകൾ വെൽനസ് ക്ലിനിക്കുകളിൽ വന്ന് ആരോഗ്യ പരിശോധന നടത്തണം. അതിനവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോഗ്യ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ തലത്തിൽ മികവ് തെളിയിച്ച കേരളത്തിലെ 145 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആദരവ്. എക്സലൻസി 2025 സെപ്റ്റംബർ 15, 16 തീയതികളിൽ തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് നാക് A++, A+, ഗ്രേഡുകൾ നേടിയതും NIRF, KIRF റാങ്കിങ്ങിൽ മുന്നിലെത്തിയതുമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മിനിസ്റ്റേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നൽകി ആദരിക്കുന്ന എക്സലൻഷ്യ 2025 സെപ്റ്റംബർ 15, 16 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. 15-ന് ഉച്ചയ്ക്ക് 2:30 ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു എക്സലൻഷ്യ 2025 ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നാക്, NIRF, KIRF നേട്ടങ്ങൾ കരസ്ഥമാക്കിയ 145 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മിനിസ്റ്റേഴ്സ് അവാർഡ് ഫോർ എക്സലൻസിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.